സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള തുടർ നടപടികളുമായി ആരോഗ്യവകുപ്പ്. മരുന്ന് കമ്പനികൾക്ക് വിതരണം ചെയ്യാൻ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് 116.4 കോടി രൂപ അനുവദിച്ചു. ഇടപെടൽ സർക്കാർ ആശുപത്രികളിലെ രൂക്ഷമായ മരുന്ന് ക്ഷാമത്തെക്കുറിച്ചുള്ള ജനൻ TV വാർത്തയ്ക്ക് പിന്നാലെയാണ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം സംബന്ധിച്ച ജനൻ TV വാർത്ത ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതകൾ തുറന്നു കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് സർക്കാർ നൽകാനുള്ള 116.4 കോടി രൂപ അടിയന്തരമായി അനുവദിച്ചത്. സർക്കാർ ആശുപത്രികളിലും സ്ഥാപനങ്ങളിലും അവശ്യമരുന്നുകളുടെ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നതിനും നിലനിർത്തുന്നതിനുമെന്നാണ് പണം അനുവദിച്ചുള്ള സർക്കാർ ഉത്തരവിൽ പറയുന്നത്. വീഴ്ചകൾ വിവാദമായതോടെ അടിയന്തരമായി പണം അനുവദിക്കണമെന്ന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും ആവശ്യപ്പെട്ടിരുന്നു. നവംബർ 11-നാണ് മരുന്ന് ക്ഷാമം സംബന്ധിച്ച് ജനം TV വാർത്ത നൽകിയത്. പിന്നാലെ ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ടിടപെട്ട് എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ എത്തിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു വാർത്ത ഒരു മാധ്യമം കൊടുത്തതായി കണ്ട് ഞങ്ങൾ അന്ന് എല്ലാ ലിസ്റ്റും എടുത്ത് പരിശോധിച്ചിരുന്നു. ഗവൺമെന്റ് സപ്ലൈ ലിസ്റ്റിലുള്ള എല്ലാ മെഡിസിൻസും ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ഉണ്ടെന്നുള്ളത് എല്ലായിടത്തും ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് വെയർ ഹൗസുകളിലും അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റോറേജ് സംവിധാനങ്ങളിലെല്ലാം തന്നെ മരുന്നുകൾ ആവശ്യത്തിനുണ്ട്. ഒരു തരത്തിലുള്ള ആശയവിനിമയത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മോണിറ്റർ ചെയ്യുന്നുണ്ട് ഡിസ്ട്രിക്ട് തലത്തിലും. അതുപോലെ ആശുപത്രികളിൽ ഇതിന് പ്രത്യേകമായ ചുമതലയുണ്ട്. ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എല്ലാ മരുന്നുകളും തന്നെ അവൈലബിൾ ആണ്, ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ളത് അവൈലബിൾ ആണെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. മരുന്ന് ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക മോണിറ്ററിംഗ് സംഘത്തെയും സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.